നമസ്കാരം. ഇന്ന് ഞാൻ ആപ്പിൾ ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ ഞാൻ ജാം റെസിപ്പീസ് ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ ജാം ഉണ്ടാക്കി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 തുള്ളി നാരങ്ങ നീര് കൂടി അതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ പറയണേ. നാരങ്ങ നീര് ചേർത്തതിന് ശേഷം പിന്നെ അത് കുക്ക് ചെയ്യരുത്. അപ്പോൾ ആ നാരങ്ങയുടെ ആ പുളിയൊക്കെ അതിലിറങ്ങി ജാമിൻ്റെ ടേസ്റ്റ് മാറും. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ജാം ഉണ്ടാക്കുന്നത് നോക്കാം. ജാം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ 2 ആപ്പിളാണ്, അതുപോലെ ഒരു ബീട്രൂട്ടിൻ്റെ പകുതി നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പം ജാമിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബീട്രൂട്ട് യൂസ് ചെയ്യുന്നത്. ആപ്പിൾ ആയതുകൊണ്ട് ആപ്പിളിന് അധികം കളറില്ലാത്തതുകൊണ്ട് ഇത് ജാമാക്കി വരുമ്പോൾ ഒരു ബ്രൗൺ കളറിലേക്കാണ് പോവുക. അത് ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഒരു റെഡ് കളറൊക്കെയാണ് കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടം. ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ബീട്രൂട്ട് യൂസ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ബീട്രൂട്ട് വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് ആദ്യം ഇതൊക്കെ നന്നായി വാഷ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബീട്രൂട്ടിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആപ്പിളും ബീട്രൂട്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ലൈം ജ്യൂസ് വേണം. അത് നമുക്ക് ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത്, ജാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. അപ്പോൾ ആഡ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക, ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അരിഞ്ഞു വരണം. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ആപ്പിളായതുകൊണ്ട് അരയ്ക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഞാനപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിൽ വെള്ളം ചേർക്കാണ്ടാണ് അരച്ചത്. ഇനി നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ജാം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു കുക്കർ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അടിച്ചെടുത്ത മിക്സ് ചേർത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജാമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴും നല്ല വലിയ പാത്രത്തിൽ എടുക്കുക, കുറച്ച് ഇതുപോലെ ആഴമുള്ളത്. കാരണം ഇത് തെറിക്കാൻ നന്നായി ആയി കഴിയുമ്പോൾ ഇത് മേത്തേക്ക് തെറിക്കും. അപ്പോൾ നല്ല കുക്കറൊക്കെ തന്നെയാണ് നല്ലത്. ഇതിൽ മധുരത്തിന് വേണ്ടി ചേർക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്നർ ആഡ് ചെയ്യാം. ഞാൻ ചേർക്കുന്നത് കൽക്കണ്ടാണ്, പക്ഷേ പനങ്കൽക്കണ്ടാണ് ഇതിനും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ പനങ്കൽക്കണ്ടം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്തത്. ഇത് വലിയ ബ്ലോക്സ് ആയിട്ട് നമുക്ക് കൽക്കണ്ട സാധാരണ കടകളിൽ വാങ്ങാൻ കിട്ടും. അതുതന്നെയാണ് കുറച്ചും കൂടി കൂടുതൽ നല്ലത്. അങ്ങനത്തെ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഓർഗാനിക് റോക്ക് ഷുഗർ വാങ്ങാൻ കിട്ടും. റോക്ക് ഷുഗർ എന്നാണ് പറയുക കൽക്കണ്ടത്തിന്. അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇനി ഇപ്പോൾ റോക്ക് ഷുഗർ ഇല്ലെങ്കിൽ നമുക്ക് പനങ്കൽക്കണ്ടം, കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന പനങ്കൽക്കണ്ടം ഇടാം. പനങ്കൽക്കണ്ടം എന്ന് പറയുമ്പോൾ അത് പനലിൽ നിന്നാണ് ഉണ്ടാക്കണേ. ഷുഗർ കെയിനിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഈ കൽക്കണ്ടം, അല്ലെങ്കിൽ നമ്മുടെ റോക്ക് ഷുഗർ. രണ്ടിനും 2 ഗുണങ്ങളാണ്. പനങ്കൽക്കണ്ടത്തിന് തന്നെയാണ് ഗുണങ്ങൾ കൂടുതൽ. ഞാനിത് 1/2 കപ്പാണ് എടുത്തിരിക്കണേ. ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർക്കാം, ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ടൊന്ന് എടുക്കുകയാണ്. അപ്പോൾ അതിലിനി വല്ലതും കിട്ടാനുണ്ടെങ്കിൽ അതും നമുക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം കൽക്കണ്ടവും ചേർത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. കൽക്കണ്ട ഇതിൽ കിടന്ന് അലിഞ്ഞോളും. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി കുക്കർ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇതാവുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. നമ്മളല്ലെങ്കിൽ പാത്രത്തിൽ തന്നെ വെച്ച് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുകയാണ്. അത് കുറച്ചും കൂടി നേരം എടുക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുക്കാം. 3 വിസിൽ വന്നു കഴിയുമ്പോൾ തണുത്തതിന് ശേഷം നമുക്കിത് തുറക്കാം. അപ്പോൾ ഇതൊന്ന് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് 3 വിസിൽ വരട്ടെ. ഇപ്പോൾ 3 വിസിൽ വന്ന് പ്രഷറൊക്കെ പോയി ഇരിക്കുകയാണ്. നമുക്കിത് തുറക്കാം. ഇനി ഇത് കുറച്ച് നേരം കുക്കായി ഒന്ന് തിക്കായിട്ട് വരണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇതിലുള്ള ഷുഗർ ക്രിസ്റ്റലായിട്ട് പോവും. നമുക്ക് ശരിക്കും കിട്ടില്ല ജാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് വറ്റി വരട്ടെ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പതുക്കെ ഇളക്കുക.
നന്നായിട്ട് മീത്തേക്ക് തെറിക്കും. അതുകൊണ്ട് ഈ കുക്കറിലൊക്കെ ഉണ്ടാക്കുക തന്നെയാണ് നല്ലത്. ഇതിപ്പോൾ ഏകദേശം ഒരു 7 മിനിറ്റായി. അത്യാവശ്യം തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്, പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ഇളക്കി കൊടുക്കണം. അപ്പോൾ മധുരം നോക്കി നോക്കുക. എനിക്ക് കറക്റ്റായിട്ടാണ് തോന്നണേ. ഇപ്പോൾ നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം പാകമാണ് മധുരം, നല്ല മധുരമുണ്ട്. ഇപ്പോൾ അളവ് കൂടുതൽ, ഇതിപ്പോൾ അധികം ജാമില്ല. അളവ് കൂടുതൽ വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഒരു 3 ആപ്പിൾ വരെ ആഡ് ചെയ്യാം. നമുക്ക് ബീട്രൂട്ടിൻ്റെ അളവ് കൂട്ടേണ്ടി വരില്ല. അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ബീട്രൂട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആയിന്ന് തോന്നുമ്പോൾ കുറേശ്ശെ എടുത്ത് ഒരു പ്ലേറ്റിൽ ചെക്ക് ചെയ്ത് നോക്കുക. അത് അവിടെ തന്നെ നിൽക്കണം, അങ്ങനെ ഒഴുകി പോകാൻ പാടില്ല. ഇതിപ്പോൾ ഇത്രയും കൂടി വെള്ളം വെക്കണം. അതിനുശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യാനായിട്ട് ജാമിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതുവരെ ഒരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെരിച്ച് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ജാം താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ ആയിട്ടില്ല. ഏകദേശം ഒരു 10 മിനിറ്റായി നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നു. നമ്മൾ 3 ആപ്പിൾ എടുക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടേണ്ട ആവശ്യമില്ല, അരക്കപ്പന്നെ ചേർത്താൽ മതി. കാണുമ്പോൾ മനസ്സിലാണ്ടാവും അടിയിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ജാമിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റായി ഞാനിത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇത്തിരി നേരം കൂടി വേണം. ഇതിപ്പോൾ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അടിയിൽ നിന്നൊക്കെ നന്നായി വിട്ട് വരുന്നുണ്ട്. ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണെന്ന് തോന്നുന്നു. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പ്ലേറ്റിലേക്ക് ഇട്ട് നോക്കാം. കണ്ടില്ലേ, മൂവ് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ നിൽക്കുക. നമ്മുടെ ജാം റെഡിയായി. ഞാൻ ഓഫ് ചെയ്തു. നമ്മൾ 3 വിസിലടിച്ച് കഴിഞ്ഞിട്ട് 25 മിനിറ്റ് എടുത്തു കുക്ക് ചെയ്തെടുക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ. അപ്പം ഞാൻ മുമ്പ് കടായിലൊക്കെ ഇതുപോലെ ജാം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പം അതിന് എളുപ്പമായിട്ട് തോന്നിയത് എനിക്ക് പ്രഷർ കുക്കറിലാണ്. കടായിലൊക്കെ ആകുമ്പോൾ നമ്മുടെ മേത്തേക്ക് നന്നായിട്ട് തെറിക്കും. കുക്കറിലാകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, എപ്പോഴും നിന്ന് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയ്ക്ക് ജാമേ ഉള്ളൂ, ഞാൻ കുറവേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അളവ് കൂട്ടിയെടുക്കാം, ആപ്പിളിൻ്റെ എണ്ണം കൂട്ടിയെടുത്താൽ മതി. ഇതൊരു 2-3 മാസം വരെ കേടാവാതെ ഫ്രിഡ്ജിലിരുന്നോളും. നന്നായിട്ട് എയർടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് വയ്ക്കുക. അതുപോലെ നനവില്ലാത്ത സ്പൂൺ കൊണ്ട് എടുക്കുക. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ കളറ് റെഡ് ആയതുകൊണ്ട് കുട്ടികൾക്കും കാണുമ്പോൾ ഒരു അട്രാക്ഷനാണ് കഴിക്കാനായിട്ട്. ഇപ്പോൾ ബ്രൗൺ ഷുഗറൊക്കെ യൂസ് ചെയ്താൽ ബ്രൗൺ ഷുഗർ ശർക്കരയൊക്കെ യൂസ് ചെയ്താൽ കളറ് കുറച്ച് ഡിഫറൻസ് വരും, ബ്രൗണിലേക്ക് പോവും. അതുകൊണ്ടാണ് ഞാൻ ശർക്കരയൊന്നും ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.